വ്യക്തമാണ്. കാരണം എന്നെ പ്രതി, സുവിശേഷത്തെ പ്രതി നിങ്ങൾ എന്തെങ്കിലും വിട്ടുകളഞ്ഞാൽ, അപ്പനെയോ അമ്മയോ വയലോ വീടോ എന്തെങ്കിലുമൊക്കെ വിട്ടുകളഞ്ഞാൽ ഈ ലോകത്തിൽ തന്നെ 100 മടങ്ങും. അതിന് മുമ്പൊരു സാധനമുണ്ട്, കഷ്ടതയോടൊപ്പം. അത് നമ്മൾ വിട്ടുകളയും. എന്നിട്ട് നീയും വരുവാനുള്ള ലോകത്ത് നിത്യജീവനും ലഭിക്കാത്തവൻ ആരും ഇല്ല. ജസ്റ്റിഫിക്കേഷൻ, സാങ്ക്ടിഫിക്കേഷൻ, ഗ്ലോറിഫിക്കേഷൻ. മലയാളത്തിൽ നീതീകരണം, വിശുദ്ധീകരണം, തേജസ്കരണം. മൂന്നെന്താ? ജസ്റ്റിഫിക്കേഷൻ, സാങ്ക്ടിഫിക്കേഷൻ, ഗ്ലോറിഫിക്കേഷൻ. ഈ 3 പടികളിലാണ് പരിപാടികൾ നടക്കുന്നത്. സാൽവേഷൻ കംസ് ഇൻ 3 പാർട്സ്. രക്ഷ 3 ഭാഗങ്ങളായിട്ടാണ് വരുന്നത്. ആദ്യത്തേത് ജസ്റ്റിഫിക്കേഷൻ, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട്, വിശ്വാസത്താൽ ആണ് ഇത് ലഭിക്കുന്നത്. ഹല്ലേലൂയ. നീതീകരിക്കപ്പെട്ടു കഴിഞ്ഞാൽ വിശുദ്ധീകരണമാണ്. ജസ്റ്റിഫിക്കേഷൻ നടക്കുന്ന എപ്പോഴാണ്? രക്ഷിക്കപ്പെടുന്ന അന്ന്, ആ നിമിഷം. സാങ്ക്ടിഫിക്കേഷൻ നടക്കുന്ന എന്നാണ്? 2 മാസം കഴിഞ്ഞിട്ട്. കേട്ടില്ല? ജീവിതകാലം മുഴുവൻ നടക്കുന്നൊരു പരിപാടിയാണ് എന്ത്? വിശുദ്ധീകരണം. ഹലോ, ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുക. ഇവിടെ അറിയാമോ? ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങളാൽ നിങ്ങളിപ്പോൾ വിശുദ്ധിയുള്ളവരാകും. സാങ്ക്ടിഫിക്കേഷൻ. വചനം കുറെ ഇരുന്ന് കേട്ടാൽ മതി, വിശുദ്ധീകരണം നടന്നുകൊണ്ടിരിക്കും. കുറെ നേരം ഇരുന്ന് വചനം കേട്ടാൽ മതി. കുറെ നേരം ഇരുന്ന് നല്ല അഴുക്കുള്ള സീരിയൽ കാണുക, എന്ത് സംഭവിക്കുക? അതിന്റെ ഓപ്പോസിറ്റ് സംഭവിച്ചുകൊണ്ടിരിക്കും. ഓൾട്ടർ കോൾ കൊടുക്കാൻ പോവാ. അങ്ങനെ അശുദ്ധമാവുന്നവർ മുന്നിലേക്ക് വരിക, സഭയിൽ നിന്ന് പുറത്താക്കാൻ പോകും. പരിശുദ്ധാത്മാവ് സഹനത്തോടുകൂടെ നിന്റെ അകത്തിരുന്നുകൊണ്ട് ഈ വിശുദ്ധീകരണ പ്രക്രിയ ചെയ്യുമ്പോൾ വീണ്ടും പോയി അഴുക്കിലേക്ക്, അതിലേക്ക് ഇതിലേക്കും കണ്ടാമിനേറ്റ് ചെയ്യുന്ന അശ്ലീലമായ പലതിലേക്കും പോയി നീ വിശുദ്ധീകരണത്തിന് പകരം അശുദ്ധീകരണം നടക്കുകയാണെങ്കിൽ യു ആർ ഡൂയിങ് ദ റിവേഴ്സ് പ്രോസസ്. അതുകൊണ്ടാണ് പറഞ്ഞത്, അകത്തോട്ട് ചെല്ലുന്നത് എന്താണെന്നുള്ളത് നോക്കി ഇൻടേക്ക് കൃത്യമായി മനസ്സിലാക്കുക. അടുത്തതാണ് എന്ത്? ഗ്ലോറിഫിക്കേഷൻ. അതെപ്പോഴാണ് നടക്കുന്നത്? യേശു വരുമ്പോൾ നടക്കുന്ന കാര്യമാണ് ശരിയായ ഫുൾനെസ് ഓഫ് ഗ്ലോറിഫിക്കേഷൻ. ഇപ്പം നമ്മൾ ഗ്ലോറി ടു ഗ്ലോറി ടു ഗ്ലോറി ഒരൽപ്പം ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുക. എന്നാൽ ഫുൾ റെവലേഷൻ ഓർ മാനിഫെസ്റ്റേഷൻ ഓഫ് ഗ്ലോറി വരുന്നത് എപ്പോഴാണ്? യേശു വരുമ്പോൾ. കൊലോസ്യലേഖനം 3:4 ഒന്ന് വായിക്കാം. When Christ, who is your life, appears, then you also will appear with him in glory. 3:4. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോട് കൂടെ തേജസ്സിൽ വെളിപ്പെടും. എല്ലാവരും ഒന്ന് വായിച്ചേ. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. ക്രിസ്തു ആരാ? നമ്മുടെ ജീവൻ. ഹല്ലേലൂയ. വഴിയും സത്യവും ജീവനും ഞാനാകുന്നു. ഹീസ് അവർ ലൈഫ്. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുന്ന ഒരു ദിവസം വരും, അന്ന് അവനോടുകൂടെ നിങ്ങളും തേജസ്സിൽ വെളിപ്പെടും. ഇവിടെ നോക്ക്, സുവിശേഷം പ്രസംഗിക്കുന്നതിന് ചിലരുടെ മേൽ ടാർ ഒഴിച്ചിട്ടുണ്ട്. സുവിശേഷം പ്രസംഗിക്കുന്ന സുവിശേഷന്റെ മേൽ ടാർ ഒഴിച്ചിട്ടുണ്ട്, മലിനജലം ഒഴിച്ചിട്ടുണ്ട്, ചീഞ്ഞ മുട്ട എറിഞ്ഞിട്ടുണ്ട്, തക്കാളി എറിഞ്ഞിട്ടുണ്ട്, പാമ്പിനെ പിടിച്ച് വാലും തലയും കൂട്ടിക്കെട്ടി മാല അണിയിച്ചിട്ടുണ്ട്, ചെരിപ്പേർ, കല്ലേർ, മണ്ണൊഴിച്ച് തീ കൊടുക്കുക, അതിഭീകരമായ പലതും ചെയ്തിട്ടുണ്ട്. പക്ഷെ ചെയ്യുന്നവര് ഈ വചനം വായിച്ചിട്ടില്ല.
വായിച്ചിരുന്നെങ്കിൽ. ഇന്നിവിടെ അപമാനിക്കപ്പെടുന്ന, നിന്ദിക്കപ്പെടുന്ന ക്രിസ്തു നിമിത്തം പഴി, ദൂഷി, പലതും കഷ്ടത അനുഭവിക്കുന്ന എല്ലാവരും ഒരു ദിവസം നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുന്ന ദിവസം, അവന്റെ തേജസ്സിൽ വെളിപ്പെട്ടു വരുന്നൊരു ദിവസമുണ്ട്. അന്ന് ഈ ചെയ്തവനൊക്കെ എന്ത്, അതൊന്ന് ചിന്തിച്ചു. 5-ാം വചനത്തിലേക്ക് വരാം. And hope does not put us to shame, because God's love has been poured out into our hearts through the Holy Spirit who has been given to us. പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. ഇല്ല. ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ. അവിടെ hope does not put us to shame, പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. പ്രത്യാശ നമ്മെ നാണം കെടുത്തുന്നില്ല എന്നുള്ളതാണ് നല്ല പരിഭാഷ. പ്രത്യാശ നമ്മളെ ലജ്ജിപ്പിക്കുന്നില്ല. പ്രത്യാശയുള്ള ഒരാള് ലജ്ജിച്ചു പോയില്ല. യഹോവയിൽ പ്രത്യാശയുള്ളവരെ ധൈര്യമായിരിപ്പിൻ. സത്യം പറഞ്ഞാൽ ഹോപ്പ് ഈസ് ബീയിങ് ആബ്സല്യൂട്ട്ലി ഷുവർ ഓഫ് സംതിങ്. ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് നല്ല ഉള്ളുറപ്പുള്ളതിനെയാണ് നമുക്ക് പ്രത്യാശ എന്ന് പറയാവുന്നത്. In other words, we have the certainty of hope for our future. നമ്മുടെ ഭാവിയെക്കുറിച്ച് നമുക്ക് എന്തുണ്ട്? ഒരു ഉറപ്പുണ്ട്. ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ പ്രത്യാശയുടെ 3 ഇമേജറീസ് ഞാൻ ഇന്നലെ പറഞ്ഞു. 1, പ്രത്യാശ എന്താണ്? ഇറ്റ്സ് എൻ ആങ്കർ, നങ്കൂരമാണ്. 2, ഹെൽമറ്റ്. 3, തടവുപുള്ളി, പ്രിസണർ. 3 മറക്കരുത്. സോ ഈ ആങ്കറിന്റെ പ്രത്യേകത പറഞ്ഞു. പ്രത്യാശയുടെ ഉറപ്പ്. ഒരു കപ്പൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? കാറ്റിലാടി, ഒന്ന് ആടിയെല്ലാവരും നന്നായിട്ട് ആട്. ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? കപ്പലിലെ ക്രൂ വന്നിട്ട് എന്ത് ചെയ്യുന്ന? ആങ്കർ അല്ലെങ്കിൽ നങ്കൂരം ആഴത്തിലോട്ടിട്ട് എന്ത് ചെയ്യുന്നു? വലിയ പാറയിൽ കൊളുത്തുന്നു. കൊളുത്തിക്കഴിഞ്ഞാലോ ഈ ആട്ടം നിന്ന് 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 അത് സ്റ്റഡിയായി. എപ്പോൾ? പ്രത്യാശ അകത്തു വരുമ്പോൾ ചാഞ്ചാട്ടമില്ല. വിശ്വാസത്തിൽ നീ ഇളകിപ്പോവില്ല, പതറിപ്പോവില്ല, പ്രാർത്ഥന കുറയില്ല. കാരണം എന്താ? ഏതൊരവസ്ഥയിലും നങ്കൂരം കൊളുത്തി വെച്ചേക്കോ. ആരുടെ മേൽ? ആഴത്തിൽ കിടക്കുന്ന പാറയായ ക്രിസ്തുവിന്റെ മേൽ എൻ്റെ വിശ്വാസത്തിന്റെ നങ്കൂരത്തിന്റെ കൊളുത്തിട്ട് വെച്ചേക്കോ. സ്റ്റഡിയായി. ഇനി അതിനുശേഷം പ്രത്യാശ കഴിഞ്ഞ് നേരെ എങ്ങോട്ടാ പോകുന്നു നോക്കി? സ്നേഹം. എന്ത് സ്നേഹം? ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ. നമ്മൾ എന്താ ആദ്യം പറഞ്ഞത്? ദാറ്റ് ക്രിസ്ത്യൻ ക്വാളിറ്റി ട്രൈ ഓർക്കുന്നുണ്ടോ? വിശ്വാസം, പ്രത്യാശ, സ്നേഹം. ആ ഓർഡറിൽ അദ്ദേഹം എവിടെ കയറിപ്പോ? സ്നേഹത്തിൽ കയറി. എങ്ങനെയാണ് ദൈവസ്നേഹം നമ്മുടെ ഉള്ളിൽ വരുന്നത്? ഏതെങ്കിലും ഒരു ഹോർമോൺ ഇഞ്ചക്ഷൻ എടുത്താൽ വരുമോ? ഗുളിക കഴിച്ചാൽ വരുമോ? എങ്ങനെ വരും? നമ്മുടെ ഹൃദയങ്ങളിലേക്ക് വരുന്നത് പരിശുദ്ധാത്മാവിനാൽ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ. 6-ാം വചനം. ഇനി നമ്മൾ സ്പീഡിൽ പോകും. 6. നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് അഭക്തർക്ക് വേണ്ടി മരിച്ചു. അവിടെ നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ, യു സീ, at just the right time, when we were still powerless or weak, Christ died for the ungodly. നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ, നമ്മൾ അശക്തരായിരിക്കുമ്പോൾ തന്നെ, എന്ന് വെച്ചാൽ പാപം ചെയ്ത് ബലഹീനമായി പോയ നമ്മെ തക്ക സമയത്ത്, എല്ലാവരും പറ, എഴുതി വെക്കാം. ഗലാത്യർ 4:4. കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ എന്ത് ചെയ്തു? സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി. എപ്പോഴാ? കാല സമ്പൂർണത വന്നപ്പോൾ. ഇൻ ദ ഫുൾനെസ് ഓഫ് ടൈം, കാലസമ്പൂർണത വന്നപ്പോൾ. ഗോഡ് ഈസ് എ ഗോഡ് ഓഫ് പെർഫെക്റ്റ് ടൈമിങ്. കൃത്യസമയത്ത് ദൈവം എല്ലാം ചെയ്യും. എല്ലാവരും പറഞ്ഞ കൃത്യസമയത്ത്. കല്യാണം നടക്കേണ്ട കൃത്യസമയത്ത് കർത്താവ് നടത്തി തരും. ഹല്ലേലൂയ. ഗോഡ് വിൽ നെവർ കം ലേറ്റ് നോർ ഏർലി. ദൈവം നേരത്തെയും വരില്ല, വൈകിയും വരില്ല, തക്ക സമയത്ത്. വൈകി വരുന്നത് എന്തുകൊണ്ടാണ്?
അത് നമ്മുടെ സമയം അനുസരിച്ചല്ല വൈകുന്നത്, ദൈവത്തിൻ്റെ സമയം അനുസരിച്ച് കറക്റ്റ് ടൈമാണ്. അല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ദൈവത്തിൻ്റെ സമയം മനസ്സിലാക്കിയാൽ പരാതി തീരും. ഏതെങ്കിലും ഒന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത് 6-ാം വചനത്തിലേക്ക് വരുമ്പോൾ, കൃത്യസമയത്ത് നാം ബലഹീനരായിരിക്കുമ്പോൾ അഭക്തർക്ക് വേണ്ടി ക്രിസ്തു മരിച്ചു. 7-ാം വചനം, നീതിമാന് വേണ്ടി ആരെങ്കിലും മരിക്കുന്നത് ദുർലഭം, ഗുണവാന് വേണ്ടി പക്ഷേ മരിപ്പാൻ തുനിയുമായിരിക്കും. ഇവിടെ പറയുന്നത് വെരി റെയർലി will anyone die for a righteous person, though for a good person someone might possibly dare to die. സാധാരണ നാട്ടുനടപ്പനുസരിച്ച് നീതിമാന് വേണ്ടി ആരെങ്കിലും മരിക്കുന്നത്, നല്ലവർക്ക് വേണ്ടി പോലും എന്ത് ചെയ്യാറില്ല, ആരെങ്കിലും മരിക്കുമോ? റെയറാണ്, വെരി റെയർ. വളരെ നല്ലൊരാളാണ്, പക്ഷേ എന്നാൽ ഫോർ എ ഗുഡ് പേഴ്സൺ someone might possibly dare to die. വളരെ നല്ലൊരാൾക്ക് വേണ്ടി ഒരു പക്ഷേ ചരിത്രം മൊത്തം എടുത്താൽ ചിലരൊക്കെ മറ്റു ചിലർക്ക് വേണ്ടി ജീവൻ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. 8-ാം വചനത്തിൽ വായിക്കാമോ? ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. ഈ 3 വചനങ്ങൾ ഒരു പ്രത്യേക സെക്ഷനാണ്. എന്ന് വെച്ചാൽ ഡെമോൺസ്ട്രേഷൻ ഓഫ് ഗോഡ്സ് ലവ്, അല്ലെങ്കിൽ ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദ ഡെമോൺസ്ട്രേഷൻ ഓഫ് ഗോഡ്സ് ലവ്. ദൈവസ്നേഹത്തിൻ്റെ പ്രകടനം, വെളിപ്പെടൽ, ദൈവസ്നേഹത്തിൻ്റെ പ്രദർശനം, ദൈവസ്നേഹത്തിൻ്റെ പ്രദർശനം. ചോദ്യം, നോർമലി ഞാനൊരു ചോദ്യം നിങ്ങളോട് ചോദിച്ചോട്ടെ, ഉത്തരം പറയൂ. പറ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കൊടുത്തിട്ടുള്ള ആർക്കെങ്കിലും, ഭർത്താവിനാകാം, ഭാര്യയ്ക്കാകാം, മക്കൾക്കാകാം, കൂട്ടുകാർക്ക്, ആർക്കെങ്കിലും ഉള്ളതിൽ പല ഗിഫ്റ്റുകൾ കൊടുത്തിട്ടുണ്ട്, അതിൽ ഏറ്റവും ടോപ്പ്, ഏറ്റവും ബെസ്റ്റ്, ഏറ്റവും കോസ്റ്റ്ലി എന്താണ്? പറ. എന്താണ് ഏറ്റവും കോസ്റ്റ്ലി ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ, ഓരോരുത്തരുടെ ലൈഫിൽ നിങ്ങൾ ആർക്കെങ്കിലും കൊടുത്തിട്ടുള്ള ഗിഫ്റ്റ് എന്താണ്? വെഡിങ് ഗിഫ്റ്റ് ആവാം, അല്ലാത്ത ഗിഫ്റ്റ് ആവാം. എന്താ കൊടുത്തിട്ടുള്ളത്? പറ. കാശ, സ്വർണം, സ്വർണ്ണമാല, സ്വർണ്ണമോതിരം, ജ്വല്ലറി, അങ്ങനെയുള്ളത് കൊടുത്ത് കാണും. ഒന്നും കൊടുത്തിട്ടില്ലേ? പിശുക്കുകൾ, നീ പലത് കൊടുത്ത അതിൽ ഏറ്റവും ടോപ്പ് ഏതാണെന്ന് അത് പറയാം. കോഹിനൂർ കൊടുത്ത ആരെങ്കിലും ഉണ്ടോ? ആരും കൊടുത്തിട്ടില്ല. പിന്നെ വേറെ ഏതെങ്കിലും? ദൈവസ്നേഹം കൊടുത്തെന്നാ വെടിവെക്കും ഞാൻ. ആരാണത്? കൊള്ള. ഈ ഭൂമിയിൽ മനുഷ്യർ നമ്മൾ കൊടുത്തതിൽ ചെരുപ്പ് കൊടുത്ത് കാണും, സ്ലൈഡ് കൊടുത്ത് കാണും, നെക്ലസ് കൊടുത്ത് കാണും, വള കൊടുത്ത് കാണും, അലമാര മേടിച്ച്. പണ്ടൊക്കെ അലമാര കൊടുക്കുന്നൊരു പരിപാടിയുണ്ട്. കല്യാണം കഴിഞ്ഞ് പോകുമ്പോഴൊരു ശവപ്പെട്ടി കൊണ്ടുപോകുന്ന പോലെയാണ് അത് കൊണ്ടുപോകുന്നത്. അംബാസഡർക്കാരുടെ മുമ്പിൽ വെച്ചിട്ട്. നിങ്ങൾക്ക് ആ തലമുറയിൽ ജീവിച്ചിട്ടില്ലാത്തതുകൊണ്ട് കണ്ടിട്ടില്ലായിരിക്കും. ഞങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. ഒരു മരത്തിൻ്റെ ഒരു അലമാര വെച്ചിട്ട് പെണ്ണിനെ അറക്കാൻ കൊണ്ടുപോകുന്ന പോലെ ഈ കാലത്തൊക്കെ പെൺപിള്ളേർ മറന്നുപോയി, കരയാൻ പോലും മറന്നുപോയി. സന്തോഷവതികളായിട്ടൊക്കെയാണ് പോകുന്നതെന്നാണ് എൻ്റെ വിശ്വാസം. മറ്റേന്ന് പറഞ്ഞാൽ കൊലക്ക് കൊടുക്കുന്ന പോലെയാണ്. കൊണ്ടുപോയി അങ്ങ് ഇടുവാണ്. കൊടുത്തിട്ടുള്ള ഏറ്റവും വലിയ 1 ഏക്കർ സ്ഥലം കൊടുത്തു, 1 ഏക്കർ സ്ഥലം കൊടുത്തു. മൊത്തത്തിൽ എടുക്കുമ്പോൾ കണ്ടുപിടിക്കുക. പക്ഷെ ഞാനോ നിങ്ങളോ ജീവൻ ഇതുവരെ കൊടുത്തു. കിഡ്നി കൊടുത്തവർ കാണും, ഇവിടെയല്ല അല്ലേ? ഭർത്താവിന് ഭാര്യ, അല്ലെങ്കിൽ ഭാര്യയ്ക്ക് ഭർത്താവ്, അല്ലെങ്കിൽ ബ്ലഡൊക്കെ റെഡി ആയാൽ കിഡ്നി കൊടുത്തവർ കാണും, വേറെ വല്ലതൊക്കെ മുറിച്ച് കൊടുത്ത് കാണും, പലതും ചെയ്ത് കാണും. പക്ഷേ ലൈഫ് ആരും കൊടുത്തിട്ടില്ല. ഇനി അങ്ങനെ ലൈഫ് കൊടുക്കുവാണെങ്കിൽ തന്നെ ആർക്കായിരിക്കും? നല്ലൊരാൾക്ക് കൊടുക്കും. നിങ്ങളുടെ ശത്രുവിന് നിങ്ങൾ ജീവൻ കൊടുക്കുവോ? ഞാൻ കൊടുക്കുവോ? യേശു അത് ചെയ്തു. We were his enemies. We were sinners. നമ്മൾ ഗുണപ്പെട്ട ശേഷമല്ല, മാനസാന്തരപ്പെട്ട ശേഷമല്ല, സകല കുരുത്തക്കേടും ചെയ്യുമ്പോൾ, പാപികളായിരിക്കുമ്പോൾ തന്നെ യേശു നമുക്ക് വേണ്ടി മരിച്ചതിനാൽ ദൈവത്തിന്റെ സ്നേഹം നമ്മോടുള്ളത് പ്രദർശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. What a verse. കയ്യടിയോടൊപ്പം ഒരു ഹല്ലേലൂയ കൂടെ പറയൂ, സ്തുതിക്കൂ.
നന്ദി പറയോ, കരയോ, എന്തെങ്കിലുമൊക്കെ ചെയ്യുക. ഹല്ലേലൂയ. യോഹന്നാൻ 15:3 ഞാൻ എപ്പോഴും പറയുന്ന, ഗ്രേറ്റ് ലവ് ഹാസ് നോ മാൻ ദാൻ ദിസ്, ദാറ്റ് എ മാൻ ലേ ഡൗൺ ഹിസ് ലൈഫ് ഫോർ ഹിസ് ഫ്രണ്ട്സ്. സ്നേഹിതന്മാർക്ക് വേണ്ടി സ്വന്തം ജീവൻ കൊടുക്കുന്നതിനേക്കാൾ വലിയ സ്നേഹം ആർക്കും ഇല്ല. യോഹന്നാൻ 15:13 എഴുതി വെക്കുക. ഇതിനെയാണ് സബ്സ്റ്റിറ്റ്യൂഷണറി സാക്രിഫൈസ് എന്ന് പറയുന്നത്. പ്രതിപകരയാഗം, മറ്റൊരാൾക്ക് വേണ്ടി യാഗമായി തീരുക. ഇതാണ് യേശു ചെയ്തത്. ഞാൻ ഇന്ന് ഓർക്കുന്നു, ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് ഞാനും എൻ്റെ ഒരു സുഹൃത്തുമായിട്ട് ബൈക്കിൽ പോവുക. ഞാനൊരാളുടെ പുറകിലിരിക്കുക. മുമ്പിലിരിക്കുന്ന എൻ്റെ സുഹൃത്തിനെ പോലീസ് കൈ കാണിച്ചു, ട്രാഫിക് പോലീസ് നിർത്തി. ലൈസൻസ് എടുക്കടാന്ന് പറഞ്ഞു. അങ്ങനൊരു സാധനം ഉണ്ടെങ്കിലല്ലേ എടുക്കാൻ പറ്റും. എടുത്തില്ല. പുറകിലിരിക്കുന്ന ആ മനുഷ്യനെ ഇങ്ങോട്ട് വിളിക്കാൻ പറഞ്ഞു. ഞാൻ ചെന്നു. നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ടോ? ഉണ്ട് സാർ. ഇവിടെ വെക്കാൻ പറഞ്ഞു. വെച്ചു. ഒപ്പിടാൻ പറഞ്ഞു. ഒപ്പിട്ടു. എന്ന് ഈ വണ്ടി ഓടിച്ച പുള്ളി ലൈസൻസ് എടുക്കുന്നു, അന്ന് ഇത് തിരിച്ചു തരാം. എൻ്റെ ലൈസൻസ് പോയി. ഇതിനെയാണ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയും. എന്ന് വെച്ചാൽ അയാൾക്ക് ലൈസൻസ് ഇല്ല, അതുകൊണ്ട് എൻ്റെ ലൈസൻസ് കൊടുത്തു. ഇതുപോലെ നമുക്ക് കൊടുക്കാനൊന്നുമില്ല, യേശു തൻ്റെ ജീവൻ കൊടുത്തു. പക്ഷേ എൻ്റെ കൂട്ടുകാരനെ വെറുതെ വിട്ടു. കാര്യം എന്താ? എൻ്റെ ലൈസൻസ് അവിടെ ഇരിക്കുന്നുണ്ട്. അവരെ ജയിലിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോയില്ല. ഇത് കൊടുത്തതിൻ്റെ ഗ്യാരണ്ടിയിൽ വെറുതെ വിട്ടു. എന്നതുപോലെ യേശു ക്രൂശിൽ മരിച്ചതുകൊണ്ട് എന്നെ കോടതി വെറുതെ വിട്ടിരിക്കുന്നു. ഹല്ലേലൂയ. ഒൻപത് 10 വചനങ്ങൾ വായിക്കാം. അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ നാം അവനാൽ എത്ര അധികമായി കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും. ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവന്റെ പുത്രന്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നുവെങ്കിൽ നിരന്ന ശേഷം നാം അവന്റെ ജീവനാൽ എത്ര അധികമായി രക്ഷിക്കപ്പെടും. അവിടെ since we have now been justified by his blood, how much more shall we be saved from God's wrath through him. 9 ഒന്നുകൂടി നോക്കി, എല്ലാവരും ചേർന്ന് വായിച്ച്. അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ടു. അപ്പോൾ വിശ്വസിച്ചപ്പോഴാണ് നീതീകരിക്കപ്പെട്ടത്. പക്ഷെ വിശ്വസിച്ചപ്പോൾ എങ്ങനെയാ നീതീകരിക്കപ്പെട്ടത്? അവന്റെ രക്തത്താൽ. നീതീകരിക്കപ്പെട്ട ശേഷമോ നാം അവനാൽ എത്ര അധികമായി കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു. ശരിയല്ലേ? അല്ല, രക്ഷിക്കപ്പെടും. ഫ്യൂച്ചർ ടെൻസ്, ഭാവി കാലം. പറ. ഞാൻ അന്ന് പറഞ്ഞു, രക്ഷയ്ക്ക് 3 കാലങ്ങളുണ്ട്: ഭൂതകാലം, വർത്തമാനകാലം, ഭാവി കാലം. ഞാൻ രക്ഷിക്കപ്പെട്ടു, രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, രക്ഷിക്കപ്പെടും. പറഞ്ഞ് രക്ഷിക്കപ്പെട്ടു, പിന്നെ ഇപ്പൊ രക്ഷിക്കപ്പെട്ടുകൊണ്ട് ഇരിക്കുന്നു, ഇനി രക്ഷിക്കപ്പെടും. ഇതെങ്ങനെയാ വന്നത്? രക്ഷിക്കപ്പെട്ടു എന്തിൽ നിന്ന്? പാപത്തിന്റെ പെനാൽറ്റിയിൽ നിന്ന്, ശിക്ഷയിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു. പാസ്റ്റ് ലൈഫ്, പാസ്റ്റ് സിൻസ്. ഇപ്പോഴോ രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എന്തിൽ നിന്ന്? പാപത്തിന്റെ ശക്തിയിൽ നിന്ന്. ദ പവർ ഓഫ് സിൻ, പെനാൽറ്റി ഓഫ് സിൻ, പവർ ഓഫ് സിൻ. അടുത്തത് എന്താണ്? രക്ഷിക്കപ്പെടും എന്തിൽ നിന്ന്? പാപത്തിന്റെ സാന്നിധ്യത്തിൽ നിന്ന്. ദ പ്രസൻസ് ഓഫ് സിൻ. ഇതെല്ലാം ടെക്നിക്കലി മനസ്സിലാവും. അന്ന് ഗ്രാഫൊക്കെ വരച്ച് കാണിച്ചതാണ്. ഓർമ്മയുണ്ടോ? എഴുതി വെച്ചിട്ടുണ്ടോ? നോട്ട്സ് ഉണ്ടോ? ഇടയ്ക്കെടുത്ത് നോക്കണേ. ഇത് തലക്ക് പിടിക്കാൻ ഇത്തിരി സമയമെടുക്കും. പറഞ്ഞു, രക്ഷിക്കപ്പെട്ടു, രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, രക്ഷിക്കപ്പെടും. ഇവിടെ ഇംഗ്ലീഷിൽ കാണുന്നത് ഹൗ മച്ച് മോർ ഷാൽ വി ബി സേവ്ഡ്. രക്ഷിക്കപ്പെടും ഫ്രം ഗോഡ്സ് റാത്ത് ത്രൂ ഹിം. അവനാൽ നമ്മൾ എത്ര അധികം രക്ഷിക്കപ്പെടും. 10ാമത്തെ വചനം. ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവന്റെ പുത്രന്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നുവെങ്കിൽ. ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ അവന്റെ പുത്രന്റെ മരണത്താൽ നിരപ്പ്, റെക്കൺസിലിയേഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. എന്താണത്? റെസ്റ്റോറേഷൻ ഓഫ് പീസ്ഫുൾ റിലേഷൻഷിപ്പ്. അടുത്തത് വന്നുവെങ്കിൽ നിരന്ന ശേഷം നാം അവന്റെ ജീവനാൽ എത്രയധികമായി രക്ഷിക്കപ്പെടും. എത്ര അധികമായി രക്ഷിക്കപ്പെടും. Shall we be saved again? രക്ഷിക്കപ്പെടും, ഫ്യൂച്ചർ. എന്താ നിങ്ങളൊന്നും മിണ്ടാത്തെ?
ഇഷ്ടപ്പെട്ടില്ലേ? ഈ പ്രോസസ് കൃത്യമായി മനസ്സിലായോ? ഞാൻ അന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഈ രക്ഷയുടെ യാത്ര കൃത്യമായി ഗ്രാഫിക് പ്രസന്റേഷനോടുകൂടെ ഒരു ഗ്രാഫിക് പിക്ചർ നിങ്ങളുടെ അകത്തുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ പിന്മാറ്റത്തിൽ പോകില്ല. പക്ഷെ പലർക്കും അതില്ല, ഇല്ലാത്തതുകൊണ്ടാണ് പിന്മാറ്റത്തിൽ പോകുന്നത്. അതുകൊണ്ടാണ് റോമാലേഖനം പഠിപ്പിക്കാൻ ഞാൻ തീരുമാനിച്ചത്. റോമാലേഖനം ഇത് ഫുള്ള് ക്ലാസ്സുകളിലും അറ്റൻഡ് ചെയ്യുന്നവർക്ക് ഞാൻ അവസാനം വേണമെങ്കിൽ ഒരു ഗ്യാരണ്ടി സർട്ടിഫിക്കറ്റ് എഴുതി തരാം. ഒപ്പിടേണ്ടത് നിങ്ങളാണ്. എന്താണത്? നിങ്ങൾ ഒരിക്കലും പിന്മാറ്റത്തിൽ പോകില്ല. ഞാൻ ഒപ്പിടില്ല. ഞാനൊരു കാര്യം പറയാം, പിന്മാറ്റത്തിൽ പോകാൻ നിങ്ങൾക്ക് ഒത്തിരി ബുദ്ധിമുട്ടേണ്ടി വരും. സ്ലോവാ പിന്മാറ്റത്തിൽ പോകാൻ നിങ്ങൾ ഭയങ്കരമായിട്ട് കഷ്ടപ്പെടേണ്ടി വരും. എന്നാൽ മാത്രമേ പിന്മാറ്റത്തിൽ പോകും. കാരണം ഇതകത്ത് കയറിയ എങ്ങനെ പിന്മാറ്റത്തിൽ പോകാം? പകരം നല്ല പോർ പൊരുതി ഓട്ടം തികച്ച് വിശ്വാസ കാത്ത് പിന്നെ നീതിയുടെ കിരീടം അണിയാൻ വേണ്ടി റെഡിയായി നിൽക്കും. ഹല്ലേലൂയ. 11. അത്രയുമല്ല, നമുക്ക് ഇപ്പോൾ നിരപ്പ് ലഭിച്ചതിന് കാരണമായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നാം ദൈവത്തിൽ പ്രശംസിക്കുകയും ചെയ്യുന്നു. Not only is this so, but we also boast in God through our Lord Jesus Christ, through whom we have now received reconciliation. അത്രയുമല്ല, നമുക്കിപ്പോൾ നിരപ്പ് ലഭിച്ചതിന് കാരണമായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നാം ദൈവത്തിൽ പ്രശംസിക്കുകയും ചെയ്യും. Again he is talking about boasting in God. ദൈവത്തിൽ പ്രശംസിക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, ഇനി 12 മുതൽ അങ്ങോട്ട് ഒരു പ്രത്യേക സംഭവമാണ്. വായിക്കാമോ? അതുകൊണ്ട് ഏകമനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഇനി അങ്ങോട്ടുള്ള ചില വചനങ്ങൾ പറയാൻ പോകുന്നത് ഏക മനുഷ്യനായ എന്നിവിടെ ഉദ്ദേശിക്കുന്ന ആദവും അവസാനത്തെ ആദാമായ ക്രിസ്തുവും തമ്മിലുള്ള വൈപരീത്യത്തിലെ സാദൃശ്യം, സിമിലാരിറ്റി ഇൻ കോൺട്രാസ്റ്റ്, അതാണ് പറയാൻ പോകുന്നത്. ഇവർ രണ്ടുപേരും വിരുദ്ധരാണ്, പക്ഷെ അതിലൊരു സാദൃശ്യമുണ്ട്. അതാണ് പറയാൻ പോകുന്നത്. എന്താണ് ഇവിടെ? ഏകമനുഷ്യനാൽ പാപവും ആദമിനാൽ പാപവും പാപത്താൽ മരണവും. പാപത്തിന്റെ പരിണിത ഫലമാണ് മരണം. പാപത്തിന്റെ സാലറി, വേജസ്, ശമ്പളമാണ് മരണം. പാപം ചെയ്യുന്നവർക്ക് കിട്ടുന്ന ദിവസക്കൂലി, ആഴ്ചക്കൂലി, മാസക്കൂലി, വാർഷിക വരുമാനം എന്താണ്? മരണമാണ്. ലോകത്തിൽ ഈ മരണം പ്രവേശിച്ചു. ഇങ്ങനെ എല്ലാവരും വിതൗട്ട് എനി എക്സെപ്ഷൻ എല്ലാവരും പാപം ചെയ്യാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു. അതുകൊണ്ടാണ് എബ്രായ ലേഖനം 9:27 പറയുന്നത് ഒരിക്കൽ മരിക്കുക എന്നുള്ളത് എല്ലാവർക്കും നിയമിക്കപ്പെട്ടിരിക്കുന്നു. 13-ാം വചനത്തിൽ വരാം. പാപമോ ന്യായപ്രമാണം വരെ ലോകത്തിലുണ്ടായിരുന്നു, എന്നാൽ ന്യായപ്രമാണം ഇല്ലാതിരിക്കുമ്പോൾ പാപത്തെ കണക്കിടുന്നില്ല. To be sure, sin was in the world before the law was given, but sin is not charged against anyone's account where there is no law. അതായത് ഈ മോശയിലൂടെ ന്യായപ്രമാണം ഈ ഭൂമിയിലേക്ക് വന്നപ്പോഴാണ് പാപത്തിന് നിർവചനം കിട്ടിയത്. മനസ്സിലാവുന്നുണ്ടോ? പാപമായത് കാരണം എന്താ? നിയമമില്ലെങ്കിൽ ലംഘനമില്ല. നിയമം വരുമ്പോഴാണ് നിയമലംഘനം വരുന്നത്. അപ്പോഴാണ് പാപമാവുന്നത്, കുറ്റകരമാകുന്നത്. എന്നാൽ ഇവിടെ പറയുന്നത് ന്യായപ്രമാണം ഉണ്ടാകുന്നത് വരെ പാപം ഭൂമിയിൽ ഉണ്ടായിരുന്നോ? സാധനം ഉണ്ടായിരുന്നു, പക്ഷെ അതിന് കൃത്യമായ അളവ് വെച്ച് ഇന്നത് തെറ്റ് എന്ന് പറഞ്ഞത് മോശയുടെ ന്യായപ്രമാണം വന്ന ശേഷം. പക്ഷെ അതിനു മുമ്പ് ഉണ്ടായിരുന്നു. എന്നാൽ ന്യായപ്രമാണം ഇല്ലാതിരിക്കുമ്പോൾ പാപത്തെ കണക്കിടുന്നില്ല. ന്യായപ്രമാണം വെച്ച് കണക്കിടുന്നില്ല. എന്താണോ അവിടെ ഉള്ള പ്രമാണം അത് വെച്ച് കണക്കിടും. 14.
എങ്കിലും വരുവാനുള്ളവന്റെ പ്രതിരൂപമായ ആദാമിന്റെ ലംഘനത്തിന് തുല്യമായി പാപം ചെയ്യാത്തവരിലും മരണം ആദാം മുതൽ മോശെ വരെ വാണിരുന്നു. ഇതൊരു ഭയങ്കര സംഭവമാണ്. Nevertheless, death reigned from the time of Adam to the time of Moses, even over those who did not sin by breaking a command, as did Adam, who is a pattern of the one to come. A pattern of the one to come. വരാനിരിക്കുന്നവന്റെ പ്രതിരൂപമായ, വരുവാനുള്ളവന്റെ പ്രതിരൂപം ആയ ആദാം. വരുവാനുള്ളവൻ ആരാണ്? The last Adam, അവസാനത്തെ ആദാം. ആ ലംഘനത്തിന് തുല്യമായി പാപം ചെയ്യാത്തവരിലും മരണം ആദാം മുതൽ മോശ വരെ വാണിരുന്നു. പറയാൻ കാരണം ഇതാണ്. ചിലർക്കൊരു സംശയം വരാം. ആദാം പാപം ചെയ്തു, നമുക്ക് മനസ്സിലാക്കാം. അതിന് ആദാമിൻ്റെ മക്കളുടെ മക്കളും തലമുറകളെയും ശിക്ഷിക്കേണ്ട ആവശ്യം എന്താ? മനസ്സിലാവുന്നുണ്ടോ? ദർ ഈസ് ദ ലോജിക്. ചിലർ പറയാറുണ്ട്, കാരണം നമ്മളിപ്പോൾ ജീവിക്കുന്നത് വി ആർ ലിവിങ് ഇൻ എ വെരി വെരി ഇൻഡിവിജ്വലിസ്റ്റിക് വേൾഡ്. ഓരോ വ്യക്തിക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ ഗോഡ് സീസ് മാൻ ആസ് കോർപ്പറേറ്റ് ഹ്യൂമാനിറ്റി. മൊത്തം മനുഷ്യകുലം എന്ന രീതിയിലാണ് ദൈവം മനുഷ്യനെ കാണുന്നത്. ദൈവത്തിൻ്റെ ആ ഒരു ആസ്പെക്റ്റും ഉണ്ട്. അപ്പോൾ തന്നെ എന്തുണ്ട്? ദൈവത്തിന് ഇൻഡിവിജ്വൽ ആസ്പെക്റ്റും ഉണ്ട്. രണ്ടുമുണ്ട് ദൈവത്തിന്. അപ്പോൾ ഇങ്ങനെയുള്ള ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ദൈവം ഡീൽ ചെയ്യുന്നത് ജനറലായിട്ട് തന്നെയാണ്. ഹല്ലേലൂയ. ഇനി അടുത്ത ചില വചനങ്ങൾ വായിച്ച ശേഷം ബാക്കി പറയാം. 15 വായിക്കാമോ? എന്നാൽ ലംഘനത്തിന്റെ കാര്യവും കൃപാവരത്തിന്റെ കാര്യവും ഒരുപോലെയല്ല. ഏകന്റെ ലംഘനത്താൽ അനേകർ മരിച്ചു. എങ്കിൽ ദൈവകൃപയും ഏക മനുഷ്യനായ യേശു ക്രിസ്തുവിന്റെ കൃപയാലുള്ള ദാനവും അനേകർക്ക് വേണ്ടി ഏറ്റവും അധികം കവിഞ്ഞിരിക്കുന്നു. വായിച്ചു അടുത്ത വചനം. ഏകൻ പാപം ചെയ്തതിന്റെ ഫലവും ദാനത്തിന്റെ കാര്യവും ഒരുപോലെയല്ല. ഏകന്റെ പാപം ശിക്ഷാവിധി കൽപ്പിക്കാൻ ഹേതുവായി തീർന്നു. കൃപാവരമോ അനേക ലംഘനങ്ങളെ മോചിപ്പിക്കുന്ന നീതീകരണ വിധിക്ക് ഹേതുവായി തീർന്നു. അടുത്തതിലേക്ക് പോകാം. അപ്പോൾ തന്നെ അതിനു മുമ്പ് ഓർത്തോട്ടെ, ഇവിടെ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. ദ ഗിഫ്റ്റ് ആൻഡ് ട്രെസ്പാസ്. ദൈവത്തിന്റെ ദാനം, എല്ലാവരും പറഞ്ഞ ദാനം, ദൈവത്തിന്റെ ദാനമായ നിത്യജീവൻ, ദൈവത്തിന്റെ ഗിഫ്റ്റ്, അത് ഇവിടെ നിൽക്കുക. ഇപ്പുറത്ത് നിൽക്കുന്ന ലംഘനമാണ് അല്ലെങ്കിൽ പാപങ്ങൾ. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം പറഞ്ഞു വരുന്നത്. അടുത്ത വചനത്തിലേക്ക് പോവാം. ഏകന്റെ ലംഘനത്താൽ മരണം ആ ഏകൻ നിമിത്തമാണോ എങ്കിൽ കൃപയുടെ നീതിദാനത്തിന്റെ സമൃദ്ധി ലഭിക്കുന്നവർ യേശുക്രിസ്തു എന്ന ഏകൻ നിമിത്തം ഏറ്റവും അധികമായി ജീവനിൽ വാഴും. എന്താ ഇവിടെ പറയുന്നത്? ഏകന്റെ ലംഘനത്താൽ മരണം എങ്ങോട്ട് വന്നെങ്കിൽ മറ്റൊരു ഏകൻ നിമിത്തം ജീവൻ ഭൂമിയിലേക്ക് വന്നു വാഴും. വായിച്ചോ അടുത്തത്. 18 18ലേക്ക് പോവാം. അങ്ങനെ ഏകലംഘനത്താൽ സകല മനുഷ്യർക്കും ശിക്ഷാവിധി വന്നതുപോലെ ഏകനീതിയാൽ സകല മനുഷ്യർക്കും ജീവകാരണമായ നീതീകരണവും വന്നു. ഇവിടെയാണ് ഹല്ലേലൂയ പറയേണ്ടത്. ഒരു മനുഷ്യന്റെ ലംഘനത്താൽ ശിക്ഷാവിധി വന്നെങ്കിൽ ഒരു മനുഷ്യന്റെ നീതിയാൽ എന്ത് സംഭവിച്ചു? സകല മനുഷ്യർക്ക് നീതീകരണം വന്നു. വാവ്. അടുത്തത്. ഏക മനുഷ്യന്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നതുപോലെ ഏകന്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായി തീരും. എന്നാൽ ലംഘനം പെരുകേണ്ടതിന് ന്യായപ്രമാണം. അവിടെ നിൽക്കട്ടെ. ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ ഈ ഭാഗത്ത് പറഞ്ഞ ശേഷം നമുക്ക് അടുത്തതിലേക്ക് പോകാം. ഞാൻ ഈ പറഞ്ഞത്, ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ സംക്ഷിപ്ത രൂപത്തിൽ പറയാം. ഇവിടെ നോക്ക്. ഏദനിൽ ആദാം പറഞ്ഞേ, ഒരു മനുഷ്യൻ നിൽക്കുക. ആ മനുഷ്യൻ ഒരു പെണ്ണിനെ കൂട്ടുകിട്ടി. രണ്ടും കൂടെ എന്ത് ചെയ്തു? പാപം ചെയ്തു. സത്യത്തിൽ പാപം ചെയ്തത് ആ പുരുഷനായി. ഇവിടെ സ്ത്രീകൾ കൂടുതലാണ്, ഭയത്തോടെയാണ് പറയുന്നതെങ്കിലും ഞാൻ പറയുകയാണ് ധൈര്യം സംഭരിച്ച്. വാസ്തവത്തിൽ പാപം ചെയ്തത് ആരാ? സ്ത്രീ. അത് എഴുതിയിട്ടുണ്ട് പൗലോസ്. സ്ത്രീയാ പാപം ചെയ്തത്. ശിക്ഷിക്കപ്പെട്ടത് ആരാ? ആദ്യം കിട്ടിയത് ആർക്കാ? ആദാമിന് കിട്ടി. വൈ? പറയാം. ഒരു സ്ഥാപനത്തിൽ, ഒരു തോട്ടത്തിൽ, ഒരു ഓർഗനൈസേഷനിൽ, ഒരു സിസ്റ്റത്തിൽ ഹെഡ്ഷിപ്പിലിരിക്കുന്നത് ആരാണോ അയാളാണ് ഉത്തരവാദി. ഒരാളാ മെമ്പർ. പുള്ളിക്കാരിയാ തെറ്റ് ചെയ്തത്. പിടിക്കപ്പെട്ടത് ആരാ? അതാ പിടിക്കപ്പെട്ടു. ബിക്കോസ് ഹി വാസ് ഇൻ ചാർജ്. ഇറ്റ് വാസ് ഹിസ് റെസ്പോൺസിബിലിറ്റി. അവിടെ പാമ്പ് വരാതെ നോക്കേണ്ടതും
ആ പെണ്ണ് പാമ്പിനോട് സംസാരിക്കാതെ ശ്രദ്ധിക്കേണ്ടിയിരുന്നതും ആരായിരുന്നു? ഇദിയാനായിരുന്നു. അതുകൊണ്ട് നീ നിന്റെ ഭാര്യയുടെ വാക്ക് കേട്ടതുകൊണ്ട്, അങ്ങനെ തന്നെ എഴുതിയിട്ടുണ്ട്. എല്ലാവരും പറയും ഭാര്യമാരുടെ വാക്ക് കേൾക്കണം. ഇങ്ങനെ കേൾക്കരുതായിരുന്നു. കേട്ടതുകൊണ്ട് ഡാഷ് 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 ശാപം മൊത്തം കിട്ടി. പിന്നെ പെണ്ണിനെ വിളിച്ചു, പിന്നെ പാമ്പിനെ വിളിച്ചു, എല്ലാത്തിനും കിട്ടി, ഭൂമിക്ക് വരെ കിട്ടി. പക്ഷേ ഹൂ ഈസ് ഇൻ ചാർജ്? ഹീ ഈസ് റെസ്പോൺസിബിൾ. ഇനി പറയാൻ വന്നത്, ഈ ആദാം പാപം ചെയ്തു, ഓക്കെ, അതിനെ രണ്ടിനെയും കൂടി ശിക്ഷിച്ചു പുറത്താക്കിയത് പോരെ, ഞാൻ അനുഭവിക്കണോ? ഉത്തരം, ആദമിൻ്റെ DNA നീ ഉണ്ടായിരുന്നു. ഹലോ, ആദമിൽ നീ ഉണ്ടായിരുന്നു. ഇതുപോലെ ഒടുക്കത്തെ ആദാമായ ക്രിസ്തു മരിച്ചപ്പോൾ, അവൻ അനുസരിച്ചപ്പോൾ, അവൻ ദൈവത്തിന് യാഗം കഴിഞ്ഞപ്പോൾ അവനിൽ നീ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഏകനാൽ മരണം വന്നെങ്കിൽ ഈ ഏകനാൽ ജീവൻ വന്നിരിക്കുന്നു. അതിൽ നിനക്കൊരു പാർട്ണർഷിപ്പ് ഉണ്ട്. ഒന്നാമത്തെ ആദമിന്റെ പാപത്തിലും മരണത്തിലും പാർട്ണർഷിപ്പ് കിട്ടിയെങ്കിൽ ഒടുക്കത്തെ ആദാമായ യേശുവിന്റെ മരണത്തിലൂടെ ലഭിച്ച നിത്യജീവനിലും അനുഗ്രഹങ്ങളിലും തേജസ്സിലും നിനക്ക് പാർട്ണർഷിപ്പ് ഉണ്ട്. പോരെ? ബാലൻസ് ആയില്ലേ? റിഡംഷൻ ആയില്ലേ? ഇതാ പറയുന്നത്. ഹല്ലേലൂയ. ഇറ്റ്സ് വെരി പവർഫുൾ. ഇനി അടുത്തത് ആറാധ്യായ അതിഭയങ്കരമാണ് കുഞ്ഞുങ്ങളെ, അതിഭയങ്കരമാണ്. പക്ഷെ അതിന് മുമ്പ് 2 വചനങ്ങൾ കൂടെ ഉണ്ട്, വായിച്ചേക്കാം. 20-21 അവിടെ തീരുകയാണ്. എന്നാൽ ലംഘനം പെരുകേണ്ടതിന് ന്യായപ്രമാണവും ഇടയിൽ ചേർന്നു വന്നു. പക്ഷേ ഇൻ ദ കോഴ്സ് ഓഫ് ഹിസ്റ്ററി, ഇവിടെ വരെ എത്താൻ, ഈ ഒടുക്കത്തെ ആദാമായ ക്രിസ്തു വരെ എത്താൻ വേണ്ടി ചരിത്രത്തിലൂടെ 4000 വർഷത്തെ ചരിത്രത്തിലൂടെ ദൈവം പല പ്രോസസ്സിലൂടെ മനുഷ്യകുലത്തെ, ഹ്യൂമാനിറ്റിയെ, ഹ്യൂമൻ ഫാമിലിയെ കർത്താവ് കൊണ്ടുവന്നു. അതിൽ ഇടയ്ക്ക് വെച്ചിട്ട് എന്തു വന്നു? നിയമം വന്നു, അഥവാ ന്യായപ്രമാണം വന്നു ചേർന്നു. ലംഘനം പെരുകേണ്ടതിന് ന്യായപ്രമാണം ഇടയിൽ വന്നു ചേർന്നു. എങ്കിലും പാപം പെരുകിയെടുത്ത് കൃപ അത്യന്തം വർദ്ധിച്ചു. മനസ്സിലാകാഞ്ഞതുകൊണ്ട് ആരും ഹല്ലേലൂയ പറഞ്ഞില്ല. മനസ്സിലാകാതെ ഇപ്പോൾ ഹല്ലേലൂയ പറഞ്ഞു. ഓക്കെ. The law was brought in so that the trespass might increase, but where sin increased, grace increased all the more. എന്താ ഇവിടെ പറയുന്നത്? The law caused the increase of trespass or sin. ന്യായപ്രമാണം വന്നപ്പോൾ എന്ത് സംഭവിച്ചു? പാപം അങ്ങ് പെരുകി. പാപം പെരുകിയപ്പോൾ എന്ത് സംഭവിച്ചു? Sin caused the increase of God's grace. പാപം ഭൂമിയിൽ പെരുകിയപ്പോൾ ദൈവത്തിന്റെ കൃപയും അതിനനുസരിച്ച് പെരുകാൻ തുടങ്ങി. ഹ്യൂമൻ ലോജിക്കിൽ ബുദ്ധിമുട്ടാണ് ഇതെന്ന് എനിക്കറിയാം. പക്ഷെ അതിനെ ഞാൻ ഇങ്ങനെ പ്രസന്റ് ചെയ്യാൻ ആഗ്രഹിച്ചോട്ടെ. ഇത്രേ ഉള്ളൂ. ഒരു നദി ഒഴുകുകയാണ്. പറ, ഒരു നദി. എന്ത് നദിയാ? കാവേരിയല്ല, ബ്രഹ്മപുത്രയല്ല, യൂഫ്രട്ടീസ് അല്ല, പാപത്തിന്റെ നദി. കറുത്ത ഇരുണ്ട് അഴുക്ക് നിറഞ്ഞ ഒരു നദി ഒഴുകുകയാണ്. ഏദനിൽ തുടങ്ങിയ നദിയാണ്. ഇങ്ങനെ മനുഷ്യകുലത്തിലൂടെ അഴുക്കായി ഒഴുകി 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 അശുദ്ധ നദി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. സമ്മതിച്ചോ? അടുത്തൊരു നദി ഒഴുകുകയാണ്. അതിൻ്റെ പേരാണ് കൃപയുടെ നദി. പറ, ദ റിവർ ഓഫ് ഗ്രേസ്. റിവർ ഓഫ് സിൻ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ 14,000 വർഷമായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുക. അവിടേക്ക് വേറൊരു നദി ഒഴുകാൻ തുടങ്ങി. എന്താ പേര്? കൃപയുടെ നദി, ദൈവകൃപയുടെ നദി. പാപം പെരുകിയിടത്ത്, പാപത്തിന്റെ നദി കൂലം കുത്തി ഒഴുകുന്നിടത്ത് അടുത്തൊരു നദി കൂടെ ഒഴുകാൻ തുടങ്ങി. അതിന്റെ പേരാണ് ദൈവത്തിന്റെ കൃപയുടെ നദി. സംഭവിച്ചത് ഇതാണ്. ദ റിവർ ഓഫ് ഗ്രേസ് ഔട്ട്ഫ്ലോഡ് ദ റിവർ ഓഫ് സിൻ. എന്ന് വെച്ചാൽ ഇത് പെരുകിന്നല്ലേ പറയുന്നത്, ഇതിങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുക. ഭയങ്കരമായിട്ട് ഈ നദി ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ കൃപയുടെ നദി അതിനേക്കാൾ ശക്തമായി,
അതിനേക്കാൾ ആഴത്തിൽ, അതിനേക്കാൾ വീതിയിൽ, അതിനേക്കാൾ വേഗതയിൽ ശക്തിയോടെ ഒഴുകി പാപത്തിന്റെ നദിയെ അത് ഔട്ട്ഫ്ലോ ചെയ്തു. അതാണ് പൗലോസ് അവിടെ പറയുന്നത്. ഓ വൗ 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 വൗ. 21 ലാസ്റ്റ് വേഴ്സ്. പാപം മരണത്താൽ വാണതുപോലെ കൃപയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നീതിയാൽ നിത്യജീവനായി വാഴേണ്ടതിന് തന്നെ. എല്ലാവരും ചേർന്ന് വായിക്കും. പാപം മരണത്താൽ വാണതുപോലെ കൃപയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നീതിയാൽ നിത്യജീവനായി വാഴേണ്ടതിന് തന്നെ. പാപം മരണത്താൽ വാണം, അതുപോലെ കൃപ നീതിയാൽ നിത്യജീവനായി വാഴേണ്ടത് തന്നെ. ഒരു നിമിഷം കണ്ണു തുറന്ന് തന്നെ നോക്കുക. നിങ്ങളിൽ നിന്ന് വാഴുന്നത് മരണമല്ല, പാപമല്ല. നമ്മിൽ വാഴുന്നത് നീതിയും നിത്യജീവനുമാണ്. അത് മനസ്സിലാക്കിയിട്ടുണ്ടോ? നീതിയും നിത്യജീവനുമാണ് നമ്മളിപ്പോൾ വാണുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് ഇനി അടുത്ത 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അത് പറയാൻ പോകുന്നത്. എങ്ങനെയാണ് നിത്യജീവൻ നമ്മിൽ വാഴുന്നത്? നമ്മുടെ അവയവങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്? പാപത്തിൻ്റെ ദാസ്യത്വത്തിന് ഇനി കൊടുക്കരുത്. സ്ലേവറി ടു സിൻ അതിനി കൊടുക്കരുത്. പകരം നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ അവയവങ്ങളെ, നമ്മുടെ ജീവിതത്തെ എല്ലാം നീതിയുടെ ആയുധങ്ങളായി സമർപ്പിക്കണം. അതിനുവേണ്ടി സ്നാനം എന്ന ഒന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്? What is the meaning of baptism? അതാണ് 6-ാം അധ്യായത്തിൽ പറഞ്ഞ് അതിശക്തമായ ചില കാര്യങ്ങൾ പറഞ്ഞ് സത്യങ്ങൾ വെളിപ്പെടുത്തിയാണ് 6-ാം അധ്യായം മുന്നിലേക്ക് പോകാൻ പോകുന്നത്. കൈകൾ നെഞ്ചിൽ വെച്ച് എന്നോട് ചേർന്ന് പറയാം. കർത്താവേ, ഉറക്കെ ഇന്ന് കേട്ട വചനങ്ങൾ, സത്യങ്ങൾ എന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി മാറാൻ പരിശുദ്ധാത്മാവ് തുടർന്നും എന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കണമേ. പരിശുദ്ധാത്മാവേ, കൂടുതൽ വെളിപ്പാടുകൾ, വചനസത്യങ്ങൾ എനിക്ക് ഗ്രഹിക്കുവാൻ സഹായിക്കണമേ. മാത്രമല്ല ഇതറിയാത്ത ഒത്തിരി പേർക്ക് ഇത് പറഞ്ഞു കൊടുക്കുവാൻ എന്നെ സഹായിക്കണമേ. യേശുവിന്റെ നാമത്തിൽ ആമേൻ. കണ്ണു തുറക്കാമോ? ഒരാഴത്തിലൊരു തീരുമാനം എടുക്കുന്നത് നല്ലതായിരിക്കും. ഇത്രയൊക്കെ അറിയാൻ, കേൾക്കാൻ കർത്താവ് നമുക്കൊരു ഭാഗ്യം തന്നെങ്കിൽ, കർത്താവിൻ്റെ പാദപീഠത്തിലിരിക്കാൻ കർത്താവ് സഹായിച്ചെങ്കിൽ, ഇതില്ലാത്തവർക്ക് ഒരാൾ പറഞ്ഞത് ഇങ്ങനെയാണ്: You are the only gospel some people will ever read in their lifetime. നേരെ ബൈബിൾ വായിക്കാത്ത ഒത്തിരി പേരുണ്ട്, സുവിശേഷം വായിക്കാത്തവർ. അവരാകെ വായിക്കുന്നത് നിങ്ങളാകുന്ന സുവിശേഷത്തെയാണ്. അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ അവരൊരിക്കലും സത്യം അറിയുകയില്ല. നമ്മളിപ്പോൾ വളരെ കംഫർട്ടബിളായ എല്ലാ ഞായറാഴ്ച ഇവിടെ വന്നു പോകുന്നുണ്ട്, തിങ്കളാഴ്ച വന്നു പോകുന്നുണ്ട്, വ്യാഴാഴ്ച വന്നു പോകുന്നുണ്ട്, ബുധനാഴ്ച വന്നു പോകുന്നുണ്ട്, പലതിനും വന്നു പോകുന്നുണ്ട്. വെരി ഗുഡ്. പക്ഷെ അടുത്ത ആളോട് ചോദിക്കും, എന്നാലും ഇത്രയും സ്വാർത്ഥത വേണോ? ചോദിക്കും, ഇത്രയും സെൽഫിഷ് ആകണോ? ചോദിച്ചില്ല നിങ്ങൾ, എന്തോ ഷൂ എന്ന് പറയുന്നത് കേട്ടു. എന്നാൽ ഇത്രയും സ്വാർത്ഥത വേണം? മുഖത്ത് നോക്കി ചോദിക്കും, ഇത്രയും സ്വാർത്ഥത വേണം? അതേ വ്യക്തികളോട് ഒരാൾക്കെങ്കിലും ഇത് കൊടുത്തൂടെ? അതേ ആളോട് ചോദിക്കും, അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഒരാളെ കൂടെ കൊണ്ടുവന്നുകൂടെ? എത്ര പേർ തീരുമാനിക്കും, കർത്താവേ, ഞാൻ അറിയുന്ന സത്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും യേശുവിൻ്റെ പാദത്തിലേക്ക് മറ്റുള്ളവരെ കൊണ്ടുവരികയും ചെയ്യുമെന്ന് പറയുന്നവർ കൈ ഉയർത്തിപ്പിടി. കർത്താവ്, ഇവരെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഉള്ള കൃപ കൊടുക്കണമേ, അനേകരെ നേടാൻ സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ ദൈവമായി നിരപ്പ് പ്രാപിച്ചാൽ ഇനി നിരപ്പ് പ്രാപിക്കാനിരിക്കുന്നവർക്ക് നിരപ്പിന്റെ ശുശ്രൂഷ ചെയ്യുവാൻ കർത്താവേ, ഞങ്ങൾക്ക് ഏവർക്കും കൃപ നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ കൈകളെ അടിച്ച് ദൈവത്തിന് നന്ദി പറയാം.